എന്നിട്ട് പോയാ മതി ഇജ്ജ്. ഒന്ന് മിണ്ടാതിരിക്ക് തക്കടുവാവേ. എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും? എന്താ പറ്റി തക്കടുവാവേ? ഒന്നങ്ങട് മാറി കുഞ്ഞി പത്തുവോ. എന്റെ പഠിച്ചോനെ എന്നെ തള്ളിട്ട് കൊന്നേ. അയ്യോ അയ്യോ അമ്മായി ഓടി വാ. എന്റെ നാട് ഓടിച്ചേ. ചീനെ എന്നെ തള്ളിട്ടേ. അയ്യോ കുട്ടി എന്തെങ്കിലും പറ്റിയോ? വേഗം എണീറ്റ് അവിടെ നിന്ന്. ടീച്ചറെ ചീനോട് വേഗം പുറത്തിറങ്ങി വരാൻ പറ ടീച്ചറെ. അവിടുന്ന് വരും കുട്ടി. ഒന്ന് മിണ്ടാതിരിക്കോ. കുട്ടി ഇങ്ങോട്ട് എണീറ്റ് വാ കുട്ടി. അയ്യോ ചിന്നു എന്റെ കൈകാലം കുടിച്ചിട്ടേ. അയ്യോ ആരെങ്കിലും ഓടി വായോ. കരയാതിരിക്ക് കുട്ടി. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചിന്നു എന്താ ഇറങ്ങി വരാത്തെ? അമ്മായി ഓടി വാ. അമ്മായി. അയ്യോ കൊച്ചേ മതി കണ്ണത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അതാ ടേബിളിലൊന്ന് കയറിയിരുന്നേ. എനിക്ക് ടേബിളിലേക്കൊന്ന് കയറാൻ വയ്യേ. ഞാനിവിടെ നിരത്തിരുന്നോളേ. കയ്യിനെന്താ പറ്റി? കൈ തട്ടിട്ടോ? ഇന്നലെ ഓള് വല്ലാത്തൊരു ചതി തന്നെ എന്നോട് കാട്ടിയത്. ചിന്നു കുട്ടി അവളിപ്പോ വരും. എന്താ എന്ത് സംഭവിച്ചത്? ഓ നിങ്ങൾ ഞാൻ അന്വേഷിക്കുമായിരുന്നു. നിങ്ങൾ എത്തിയോ? ഞങ്ങൾ അപ്പുറത്തായിരുന്നു. തക്കടുവാവേ മോളെ എന്താ പറ്റി? ഏയ് പേടിക്കൊന്നും വേണ്ട. പേടിക്കാനൊന്നുമില്ല. അവർക്കൊരു ചെറിയ വയറുവേദന. ചെറിയ വേദന ഒന്നല്ല, നല്ലോണം വലിയ വേദനയാണ്. കണ്ടോ എന്റെ വയറ് നല്ല വേദനിക്കുന്നു. അമ്മേ അയ്യോ എന്റെ മോള്. അയ്യോ അയ്യോ ചിന്നു എവിടെ? അവൾക്ക് എന്താ പറ്റി? അത് പിന്നെ ചിന്നു ബാത്റൂമിലാ. അവർ കഴിച്ചതെന്തോ വയറിന് പിടിച്ചിട്ടില്ല. അതാ സംഭവം. ചിന്നു ഒന്ന് ഇറങ്ങി വാ ചിന്നു. എന്നാലും ആർക്കാവും പണി കിട്ടിയത്? അയ്യോ നമ്മൾ 3 പേരും കഴിച്ചില്ലേ. ആർക്ക് കിട്ടിയാലും പണിന്നില്ല. ആ ചിന്നുവിന് കിട്ടിയാൽ മതിയായിരുന്നു. ഷോ ഞാൻ പെടാതിരുന്നാ മതിയായിരുന്നു അതില്. എന്തായാലും നമ്മളിൽ ആരെങ്കിലും ഒരാൾ പെടും. കാരണം 3 പാത്രത്തിലല്ലേ നമ്മൾ ഒഴിച്ചത്. അവർ 2 പേരല്ലേ ഉള്ളൂ. ചിലപ്പോ അവർക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് 3 പേർക്ക് ആ പ്ലേറ്റിൽ കിട്ടിയെങ്കിലോ? അപ്പൊ നമ്മൾ 3 പേരും പെട്ടില്ലേ. അയ്യോ എന്നാ പിന്നെ ജീവിച്ചിരിക്കണ്ട. എന്തേക്കോ നിനക്കിത്ര സന്തോഷം? അതൊക്കെയുണ്ട്. എന്താ എന്താ പറയൂ? ഇവിടെ എന്നെ ഏറ്റവും കളിയാക്കി ചേച്ചത് ആരാ? അത് ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്. അത് നീ എന്നോട് തിരിച്ചു ചോദിച്ചാലോ? ഇക്രു നീ തമാശ പറയാതെ കാര്യം പറയുന്നേ. എന്താ സംഭവം? അത് കേൾക്കണോ നിങ്ങൾക്ക്? എന്നെ കളിയാക്കി ചേച്ചില്ലേ? ഓൾക്കേ എന്റെ അതേപോലത്തെ അനുഭവം തന്നെ ഉണ്ടായിക്കണോ? ഇപ്പൊ ഇങ്ങനെ സന്തോഷായില്ലേ ഇക്രു? സന്തോഷായില്ലേന്നോ? പെരുത്ത് സന്തോഷായിച്ച്. എന്നാലും പറയിക്കോ ആർക്കാണ്? ആ തക്കടുവാവൻ ചിന്നും ബാത്റൂമൊക്കെ ഓടി കേറല്ലേ. അവിടെ ഭയങ്കര മത്സരാണ് പറയുന്നത് കേട്ടത്. സത്യാണോ ഇക്രു? ഞാൻ എന്തിനാ പെണ്ണുങ്ങളോട് നോണ പറയണത്? അതേതാ എനിക്ക് നല്ല ഇഷ്ടായി. എന്തേന്നാ ചിന്നുവിന്റെ ഒക്കെ ചിരിന്നറിയോ? തക്കടുവാവടി ഇപ്പൊ ഒരു ചെറിയക്കട പോയിട്ട് കരച്ചിലേക്കണു കരച്ചില്. ചക്കി എന്ത് മീനു? നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ വേണ്ടേ? ആഘോഷങ്ങളിലേ പങ്കുചേരാനേ ഞാനുണ്ട് ഇക്രു. അപ്പൊ ഞാനേ പോയിട്ട് എല്ലാരോടും പറയട്ടെ. അപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പനോടൊക്കെ പോയി പറയട്ടെ ഞാന്. ടാറ്റാ ബൈ ബൈ. ചക്കി എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി? അത് പിന്നെ പറയാനുണ്ടോ? നമ്മുടെ നീത ചേച്ചിയുടെ ബുദ്ധിയല്ലേ. എന്തായാലും ഹാപ്പി ആയില്ലേ മീനു? അയ്യോ അവര് 2 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു പാത്രത്തിൽപ്പെട്ട് ആര് വെച്ചു? ഇനിയിപ്പോ ഞാനെങ്ങാനാവോ? ഇന്ന് നാണം കെട്ട തന്നെ എല്ലാ കുട്ടികളും അറിയും ടൂർ പോകുന്ന സമയത്താവും കൊണ്ട്. പിന്നെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോവാ? തലയൊട്ടി നടക്കുക. ആ പ്രിയ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്ലേറ്റ് അവൾക്കും കിട്ടിയേനെ. അപ്പൊ ഹാപ്പി ആകാനൊക്കെ വരട്ടെ പെണ്ണുങ്ങളെ, സമയമുണ്ട്. ഇനി എന്ത് സമയമാണ് നീതി ചേച്ചി? അവർക്ക് നല്ലൊരു കെടില മണിനെ കിട്ടിയില്ലേ? എടി പെണ്ണേ, അവിടെ നമ്മൾ 3 പ്ലേറ്റിലാണ് ഒഴിച്ചു വെച്ചത്. അവർ 2 പേരേ ഉള്ളൂ. അപ്പൊ 3ാമത്തെ പ്ലേറ്റ് നമ്മളിൽ ഒരാളാണ് കഴിച്ചത്. അതിപ്പോ ശരിയാണല്ലോ. എടി ചക്കി അതാരാവും? മീനു അത് ചിലപ്പോഴേ എനിക്ക് തോന്നുന്നത് കേട്ടോ. സത്യാണോന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയാ. എന്താന്ന് വെച്ചൊന്ന് തൊള്ളു തുറന്ന് പറ പെണ്ണേ. മനസ്സിന് ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഓളൊരു വലിച്ചു നീട്ടി കൊണ്ടുപോകല്ലേ. പറ ചക്കി എന്താണ്? അത് പിന്നെ ഞാൻ ആലോചിക്കുന്നത് ശരിയാണെങ്കിൽ അത് ചിലപ്പോ മീനുവിന്റെ പാത്രത്തിലായിരിക്കും. അതെങ്ങനെ നിനക്കറിയാം? അതിപ്പോ നിനക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അവള് കുറെ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചതല്ലേ.
അതെന്താന്നറിയോ, ഞാനല്ലേ ഏറ്റവും ലാസ്റ്റ് ഇരുന്നത്, നിങ്ങൾ രണ്ടുപേരും അവരുടെ അടുത്താ ഇരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെ പേജിലായിരിക്കും എന്തായാലും ഉണ്ടാവുക. അവർക്ക് കിട്ടില്ലേ, അപ്പൊ നിങ്ങൾക്കും കിട്ടും. ചിലപ്പോ നീതി ചേച്ചിക്ക്, ചിലപ്പോ മീനുവിന്. അതല്ലടി പെണ്ണേ, നീതി ചേച്ചിക്ക് ചിലപ്പോ കിട്ടൂലേക്കും, പക്ഷെ നിനക്ക് എന്തായാലും കിട്ടും. കാരണം നീയല്ലേ അവരുടെ തൊട്ടിരുന്നത്. ഓ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാനായിരുന്നു വിട്ടിരുന്നത്. നിങ്ങൾ രണ്ടുപേരും അവരുടെ അപ്പുറം ഇപ്പുറം ഇരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് തന്നെ കിട്ടാൻ ചാൻസ്. നീതി ചേച്ചി, ഞാനൊരു സത്യം പറഞ്ഞതിൽ പിന്നെ അവരെന്താ എങ്ങനെ കണ്ണു തുറച്ച് നോക്കണേ? അത് ചിലപ്പോഴേ അടുത്തിരിക്കണോട് കിട്ടാതെ വിട്ടിരിക്കണോർക്കാ കിട്ടിക്കണെങ്കിലോ? ഇനിയിപ്പോ അങ്ങനെയും പറ്റാവോ? അയ്യേ, എനിക്ക് അവതെന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വായിക്കാനും കുഴപ്പമുണ്ടാവില്ല. നീതി ചേച്ചി, അതെന്താ എങ്ങനെയൊക്കെ പറയുന്നേ? അതെന്താന്നറിയ മോളെ, ഞാൻ കുറച്ചൊക്കെ വലുതായില്ലേ. നാണക്കേട്. നീതി ചേച്ചി, സമയം കളയാതെ വാ, നമുക്ക് അവര് പോയിട്ടേ കളിയാക്കാന്ന്. എന്നാ നടക്ക്. ചിലപ്പോഴേ നമ്മുടെ പാത്രത്തിൽ ആയിട്ടില്ലെങ്കിലോ? അല്ലെങ്കിൽ നമുക്ക് ഈ സമയം തന്നെ വയറുവേദന വരേണ്ടതല്ലേ? നമ്മൾ അവരുടെ കൂടെ കഴിച്ചതല്ലേ. അത് പിന്നെ അവരെ കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കഴിച്ചത്. അതൊന്നും ഉണ്ടാവൂല മീനു. വാ, നമുക്ക് അവരെ പോയിട്ട് കളിയാക്കി ചിരിക്ക. വാ, എനിക്ക് കൂക്കണം. നല്ലോണം കൂക്കിട്ട് ഓളി ആ തക്കടുവാവയ്ക്ക് നമ്മള് സോജി വെക്കുമ്പോഴേ ഇത്ര കൂക്കിയതാ. എന്നാ പിന്നെ നടക്ക് ചക്കി. അല്ല പിന്നെ ഒന്നും ഉണ്ടാവൂല. നിങ്ങൾ വന്നേ. ഹായ്, ഇന്ന് ഭംഗി ഇവിടേക്ക് കാണാൻ. കിടന്ന് ഉറങ്ങാൻ പോലും തോന്നുന്നില്ല. ഇങ്ങനെ കാഴ്ച കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയുണ്ട്. എടി പ്രിയ, എന്തായി പെണ്ണെ, നീ ഇന്ന് ഉറങ്ങണമെന്നില്ലേ? എടി, അതാ ഞാൻ പറയുന്നത്, ഉറക്കേ വരുന്നില്ല. എന്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാടി ഇവിടെ. ഇത് നോക്കടി, പുറത്തോട്ട് നോക്കി നിൽക്കാൻ എന്ത് ഭംഗിയാ. അതൊക്കെ ശരിയാടി. ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിക്കണം വെച്ചിട്ട് നോക്കിയതാണ്. അപ്പൊ നോക്കുമ്പോ ഇവിടെ ദീപും ചക്കിയും മീനും ഒക്കെ നിക്കണം കണ്ടു. പിന്നെ അവരെ കൂടെ നിന്ന് ശരിയാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ അകത്തേക്കൊന്ന് പോയി. ഞാൻ വന്നപ്പോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അല്ല, കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എവിടെ? ചിന്നും കുഞ്ഞാപ്പും ഒക്കെ എവിടെയാവോ? ഹോ, അവരൊക്കെ ഒരു ഗ്യാങ്ങല്ലേ, നമ്മുടെ കൂടെ കൂടില്ലല്ലോ. അനന്തു, ഇപ്പൊ നോക്കിയാലും അവൾക്ക് അനന്തു. അവന്റെ കാര്യം പറയാൻ മാത്രമേ സമയമുള്ളൂ. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെന്താ, ഇപ്പൊ നോക്കിയാലും അനന്തു എന്ന നാമം മാത്രം. അവന്റെ പേര് എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുത് ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു വൃത്തികെട്ട പേര്. ഇതാ നോക്ക്, ഇപ്പോഴും എനിക്കിത് ഇഷ്ടപ്പെടുന്ന വരില്ലട്ടോ ഗൗരി. നീ എപ്പോഴും ഇങ്ങനെ തന്നെ പറയാൻ നിൽക്കരുത്. നീ വിചാരിച്ചോ നീ പറയുമ്പോഴൊക്കെ ഞാൻ തമാശയായിട്ടാ കാണുന്നതെന്ന്? അല്ല, എനിക്ക് ശരിക്കും വെറുപ്പാണ് അവനോട്. ഗൗരി, നീ ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? ഓ, ഇങ്ങനെ നാണില്ലാത്ത പെണ്ണ്. എപ്പം നോക്കിയാലും അനന്തു. അവനെന്താ ചെയ്യുന്ന നോക്കി നടക്കുക അവളുടെ ജോലി. കഴിഞ്ഞോ നിന്റെ പറച്ചില്? ഇല്ലടി, കഴിഞ്ഞിട്ടില്ല. ഇനിയും അവന്റെ പേര് എന്റെ മുന്നിൽ വെച്ച് സംസാരിച്ചു പോകരുത് നീ. പിന്നെ എന്തിനാ നീ എപ്പോഴും അവന്റെ വക്കാലത്തോണ്ട് വരുന്നത്? അനന്തു, നീ പോവാണോ? അത് പിന്നെ ഗൗരി, നേരത്തെ ആ കുട്ടികൾക്ക് വയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ, അവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചോദിക്കാൻ വന്നതാ. അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നേരത്തെ ടീച്ചർ ഞങ്ങളിട്ട് നിൽക്കുമ്പോ അവിടേക്ക് 2 പിള്ളേര് കരഞ്ഞുകൊണ്ട് വന്നിരുന്നു. ആ ചിന്നുല്ലേ, ചിന്നും തക്കടുവാവയും. അയ്യേ, ഇങ്ങനെ കരയാൻ മാത്രമൊന്നുമില്ല. പ്രിയ കരയില്ലേ? എന്തോ വയറുവേദനയാണെന്നോ മറ്റോ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞിരുന്നത്. ഏയ്, പേടിക്കാനൊന്നുമില്ലെന്നേ. ചിലപ്പോ ഭക്ഷണത്തിന് എന്തെങ്കിലും സംഭവിച്ചതാവും. അയ്യോ ഗൗരി, കരയില്ലേ പറയേ. ഞാൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ടാ ഇവിടെ വന്ന് പറഞ്ഞത്.